JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, അതിൻ്റെ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എത്ര പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത ഉദ്യോഗാർത്ഥികൾ, കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിട്ടും ഷോർട്ട് ലിസ്റ്റ് വരാത്ത ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, OMR ഷീറ്റ് നിങ്ങൾ PSCയിൽ OMR ഷീറ്റിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കണം. OMR ഷീറ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്കുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് PSCയിൽ പരാതി സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ PSCയിൽ പരാതി സമർപ്പിച്ചാൽ കൂട്ടിച്ചേർക്കൽ വിജ്ഞാനപ്രകാരം നിങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ പരാതി സമർപ്പിക്കേണ്ടതാണ്. പരാതി സമർപ്പിക്കാൻ PSC ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾ പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ പരാതി സമർപ്പിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് നിങ്ങൾ OMR ഷീറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് PSCയുടെ ഒക്കെ ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരാണ് ഉള്ളത്, അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം. കട്ട് ഓഫ് മാർക്ക് 71.67 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 1583 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. സപ്ലിമെന്ററി ലിസ്റ്റ് 1400 പേര്. അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറീസ് 60 പേരാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 3043 പേരാണ് മൊത്തം പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഉള്ളത്. കട്ട് ഓഫ് മാർക്ക് 71.67 ആണ്. ഈ പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളും അവർക്ക് എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് OMR ഷീറ്റ് എടുപ്പിക്കാം. OMR ഷീറ്റ് എടുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്ക് ഉണ്ട് എങ്കിൽ OMR ഷീറ്റും ഒരു അപേക്ഷയും ഉൾപ്പെടെ വെച്ച് നിങ്ങൾക്ക് PSCയിലേക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ്. പരാതി സമർപ്പിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതി ജെന്യൂൻ ആണെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനപ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ലിസ്റ്റ് പുതുതായിട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ വരാത്ത ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ട ബാക്കിയുള്ള നടപടിക്രമത്തിലേക്ക് നിങ്ങൾ കടക്കേണ്ടതാണ്. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. അതുപോലെ തന്നെ മാർക്ക് നേടുക എന്ന് പറയുന്നത്, കട്ട് ഓഫ് മാർക്ക് നേടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ കട്ട് ഓഫ് മാർക്ക് നേടിയിട്ടും നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള തുടർ നടപടികളൊക്കെ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും അതിന് വേണ്ടിയിട്ട് തയ്യാറാകേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.